ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ കാലത്ത് സേഫ്റ്റിയുടെ അല്ലെങ്കിൽ HSEയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാണ്. എന്താണ് സേഫ്റ്റിയുടെ HSEയുടെ സ്കോപ്പ്, ഇന്നത്തെ കാലത്ത് അതിനുള്ള ജോബ് ചാൻസുകൾ, വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലായിടത്തും ഏതൊരു തൊഴിൽ മേഖലയിലും തൊഴിലാളികൾ ഉള്ളിടത്ത് ഇന്റർനാഷണൽ റാങ്കിങ്സിൽ 50:1 50 പേർക്ക് ഒരാൾ, ചില രാജ്യങ്ങളിൽ ആ രാജ്യത്തിന്റെ പ്രത്യേകത കൊണ്ട് 20 പേർക്ക് ഒരാൾ 20:1. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ അറാംകോ ഫീൽഡിൽ. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് HSEയുടെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദി സ്കോപ്പ് ഓഫ് HSE എന്ന് ചോദിച്ചാൽ, തൊഴിലാളികൾക്ക് അവർക്ക് എല്ലാ വിധത്തിലുള്ള അവരുടെ സേഫ്റ്റിയും വെൽഫെയറും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ, ഇന്റർനാഷണൽ ലേബർ സിസ്റ്റത്തിൻ്റെ ആവശ്യകത. അപ്പോൾ ഇന്ന് നമ്മൾ മാജിക് മഷ്റൂംസിൽ ഇന്ന് മുതൽ ഒരു പുതിയ ടോപ്പിക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് HSE ഫീൽഡിൽ, HSE കൺസ്ട്രക്ഷൻ ഫീൽഡായാലും, HSE ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡായാലും, HSE ഇൻഡസ്ട്രിയൽ ഫീൽഡിലായാലും നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് തൊഴിൽ സാധ്യതകൾ തേടുന്നുണ്ട്. അപ്പോൾ ആയതിലേക്ക് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ 1 ഇയർ ഡിപ്ലോമ കോഴ്സ്, അതിനുശേഷം ഇന്റർനാഷണൽ IGC പോലുള്ള നെബോഷ് IGC പോലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്, നെബോഷ് അയോഷ് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അവരുടെ സംശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം. അപ്പോൾ ആ സംശയങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ മറുപടി നൽകും. സോ മാജിക് മഷ്റൂംസിൽ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതായിരിക്കും. മുൻപേ എൻ്റെ പേര് നെബിൻ നെപ്പോളിയൻ. അപ്പോൾ എന്നാൽ കഴിയുന്ന അറിവുകൾ നമുക്ക് ഷെയർ ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് 10 to 15 മിനിറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ മതി. നമ്മുടെ കുട്ടികൾക്ക് അവർ ക്ലാസ്സിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുന്നതനുസരിച്ച് ക്ലാസ്സുകളിൽ അപ്പോൾ അവർക്കുണ്ടാകുന്ന ഡൗട്ടുകളും കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷും ഹിന്ദിയുമാണ് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യേണ്ടത്. കാരണം വിദേശത്ത് അത് മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ലൈൻ മാനേജ്മെന്റിൽ ഇംഗ്ലീഷും നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുമായിട്ട് ഹിന്ദിയും തന്നെ വേണം. അപ്പോൾ അതിന്റെ ട്രെയിനിങ് ഇതിന്റെ കൂടെ നമുക്ക് കൊണ്ടുവരാം. അതൊക്കെ പിന്നീടുള്ള ഭാഗങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ട് ഈച്ചായിട്ട് നമ്മൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ ഇതിന് സേഫ്റ്റി എന്ന് പറയുന്നു, പലരും ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഫയർ എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ HSE ഓഫീസറുടെ ബേസിക് ഡ്യൂട്ടിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം മാത്രമാണ്. ടൈപ്പ് ഓഫ് ഫയർ അല്ലെങ്കിൽ ഫയർ എങ്ങനെ ഉണ്ടാകുന്നു, അപ്പോൾ ടൈപ്പ് ഓഫ് ഫയേഴ്സ്, നമുക്കുള്ള മിറ്റിഗേഷൻ മെത്തേഡ്സ് ടു ഇവാക്യുവേറ്റ് അല്ലെങ്കിൽ എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം, ഏത് തരം തീ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഏതൊക്കെ തരം തീയുണ്ട്, അപ്പോൾ അത് നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ തരം ബേസിക് ഫയർ നോളജ് മാത്രമേ ഒരു സേഫ്റ്റി ഓഫീസർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുള്ളൂ. കാര്യം ഫയറിന് പ്രത്യേകമായിട്ട് ഫയർ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് അണയ്ക്കാൻ പറ്റുന്ന ചെറിയ തീയാണെന്ന് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അണയ്ക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ കൺസേൺഡ് ആയിട്ടുള്ളവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഭാഗം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടമായിട്ട് പറയുന്നത് സേഫ്റ്റി ഓഫീസർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഒരു ജോലി യഥാർത്ഥത്തിൽ അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ആ ജോലിയുടെ യഥാർത്ഥത്തിലുള്ള മൊത്തത്തിലുള്ള പേര്. അപ്പോൾ എന്താണ് ഒക്കുപേഷണൽ എന്ന് ചോദിച്ചാൽ അറിയാം. ഒക്കുപേഷൻ ജോലിയാണ്. ഒക്കുപേഷണൽ സംതിങ് ഈസ് റിലേറ്റഡ് ടു ജോലി സംബന്ധമായിട്ടുള്ള വർക്കിംഗ് ക്രൂവിൻ്റെ
ഹെൽത്തും സേഫ്റ്റിയും നോക്കുക, അവർക്കുള്ള വെൽഫെയർ അറേഞ്ച് ചെയ്യുക, അതിനോടൊപ്പം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ നടത്തുക. ഇത് ഇത്രയുമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന HSE, ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് പറയുന്നത്. ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ്. അത് ഇപ്പൊ നമ്മളിപ്പോ എടുത്ത് പറയാൻ അതിന്റെ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി എന്ന് പറയാം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സന്തുലിത അവസ്ഥയെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു HSE-കാരൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. പിന്നീട് സേഫ്റ്റി എന്താണെന്ന് ചോദിച്ചാൽ ദി ആബ്സെൻസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഡേഞ്ചർ ഓർ എ ഫിസിക്കൽ ഹാം. ദി ആബ്സെൻസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഡേഞ്ചർ ഫ്രം എ ഫിസിക്കൽ ഹാം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അപകട അവസ്ഥയിൽ നിന്നും ഉള്ള തരണം ചെയ്യലാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത്, രണ്ടാമത് സേഫ്റ്റി, മൂന്നാമത് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയാണ്. ഇവിടെ എൻവയോൺമെന്റ് എന്നത് HSE-യിലെ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനാണ്, പരിസ്ഥിതിയുടെ സംരക്ഷണം. ഭൂമി, മണ്ണ്, വായു, ജലം, ഒപ്പം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആ സ്ഥലത്തെ ഫ്ലോറ ആൻഡ് ഫോന അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്, അതായത് അവിടുത്തെ ജീവജാലങ്ങൾ, ചെറിയ ചെറിയ ജീവജാലങ്ങൾ, ചെറിയ ചെറിയ സസ്യങ്ങൾ, ആ സ്ഥലത്തിനെ ബേസ് ചെയ്തുള്ള ഈ തരം ഈ സസ്യജാലങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യകത എന്താണ്? നമ്മുടെ ജോലി സംബന്ധമായിട്ട് ഇതൊന്നും പൊല്യൂട്ടഡ് ആകാതെ, മാലിന്യപ്പെടാതെ, വായുവും ജലവും മണ്ണും മാലിന്യപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയ്ക്കായിട്ട് നമുക്ക് ഇത് കിട്ടിയതൊരു ഗിഫ്റ്റായിട്ടാണ്. ഇറ്റ്സ് ജസ്റ്റ് ആസ് എ ഗിഫ്റ്റ് വി ഗോട്ട് ഇറ്റ് ഫ്രം അവർ ഏൻഷ്യന്റ് ഹ്യൂമൻ കൈൻഡ്. അപ്പം നമ്മുടെ തലമുറകളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ഈ തരം അനുഗ്രഹങ്ങളെ വരും തലമുറയ്ക്കും അങ്ങനെ തന്നെ കൈമാറേണ്ടത് ഇറ്റ്സ് വൺ ഓഫ് അവർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ആ തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നെണ്ണമായി ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇതിനോടൊപ്പം ഹൈഡഡ് ആയിട്ടുള്ള മറഞ്ഞിരിക്കുന്ന ഒന്നും കൂടെ ഉണ്ട്. എന്താണ്? നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ വെൽഫെയർ എന്ന് പറയുന്നൊരു സംഭവം. വെൽഫെയർ എന്നുദ്ദേശിക്കുന്നത് വർക്കിംഗ് ത്രൂ, എവിടാണോ വർക്ക് ചെയ്യുന്നത് അവിടെ അവർക്ക് വേണ്ട ബേസിക് കംഫർട്ട് ലൈക്ക് വാഷ്റൂംസ്, റെസ്റ്റ് റൂം വേണം. റെസ്റ്റ് റൂമൊക്കെ താൽക്കാലികമായിട്ട് ഇപ്പം നമ്മൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഡെസേർട്ടിൽ പൈപ്പ് ലൈനിൻ്റെ വർക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കഫോൾഡിങ് പ്ലാങ്ക്സും സ്കഫോൾഡിങ് പൈപ്പും കൊണ്ട് താൽക്കാലികമായിട്ട് നീളത്തിൽ റെസ്റ്റ് ചെയ്യാനുള്ള റൂം ഉണ്ടാക്കുന്നു. അമിതമായിട്ട് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ 45 ഡിഗ്രിക്ക് മുകളിലൊക്കെ ചൂടുള്ള കാലാവസ്ഥ, അല്ലെങ്കിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള കാലാവസ്ഥ നമ്മൾ റെസ്റ്റിംഗ് ഫാൻ, കൂളിംഗ് ഫാൻ അറേഞ്ച് ചെയ്യുന്നു, സ്റ്റാൻഡിങ് ഫാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഡ്രിങ്കിങ് വാട്ടർ, ആഹാരം കഴിക്കാനുള്ള ഫെസിലിറ്റീസ്, ഒപ്പം ബാത്റൂം ഫെസിലിറ്റീസ് ലൈക്ക് വാഷ്റൂംസ്, ഇതൊക്കെ നമ്മളാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ഇൻക്ലൂഡിങ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ആക്ച്വലി നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ഒരു വെൽഫെയർ അല്ല. ഫസ്റ്റ് എയ്ഡ് നമ്മുടെ ഡ്യൂട്ടിയിൽ പെട്ട ഒന്ന് തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്കിൽ പോലും ഇതല്ല. ഇപ്പൊ തന്നെ നമ്മുടെ ഹേമ കമ്മിറ്റി അനുസരിച്ച് ഈ തരം വെൽഫെയർ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഹെൽത്ത്, സേഫ്റ്റി, environmental protection and arrangements of welfare in the occupational area, on and off of occupational area, അതായത് വർക്ക് ചെയ്യുന്നിടത്തും അതിനുശേഷം വർക്ക് കഴിഞ്ഞിട്ടുള്ള അക്കോമഡേഷൻ ഏരിയയിൽ. അതിനായിട്ട് അസൈൻഡ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റിനെ അനുവദിച്ചിട്ടുണ്ട് ഏതൊരു കമ്പനിയും. അതാണ് HSE ഡിപ്പാർട്ട്മെന്റ്.
ആ HSC ഡിപ്പാർട്ട്മെന്റിലെ മാനേജർ, HSC ലീഡ് അല്ലെങ്കിൽ HSC സൂപ്പർവൈസർ, അതിന് താഴെ HSC അഡ്വൈസേഴ്സ്, ഇങ്ങനെയുള്ള ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഡെസിഗ്നേഷനിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ HSC ഓഫീസർ. സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ബേസിക് ആയിട്ടുള്ള HSC എന്നുള്ള കാര്യത്തിൽ പഠിച്ചത്. വൈ വി ആൽവേസ് സേസ് സേഫ്റ്റി ഫസ്റ്റ്, വൈ വി ആർ നോട്ട് സേയിങ് ക്വാളിറ്റി ഫസ്റ്റ് ഓർ കൺസ്ട്രക്ഷൻ ഫസ്റ്റ്. ആക്ച്വലി നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന മെയിൻ സ്ട്രീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു സൈഡിലൂടെ സേഫ്റ്റിയും മറു സൈഡിലൂടെ ക്വാളിറ്റിയും 2 ഡിപ്പാർട്ട്മെന്റുകൾ പോകുന്നത്. പക്ഷേ നമ്മൾ ക്വാളിറ്റി ഫസ്റ്റ് എന്ന് പറയുന്നില്ല, കൺസ്ട്രക്ഷൻ ഫസ്റ്റ് എന്ന് പറയുന്നില്ല, പകരം സേഫ്റ്റി ഫസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു തകരാറ് സംഭവിച്ച് ഒരു ജോയിന്റ് അടിച്ചത് വെൽഡ് ചെയ്തത് തകരാറുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും അടുത്തത് ചെയ്യും. കൺസ്ട്രക്ഷൻ ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്ഷൻ കിട്ടിയില്ലെങ്കിൽ നാളെ നമുക്കത് കവറപ്പ് ചെയ്യും. പക്ഷേ സേഫ്റ്റിയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച ഒരാൾക്ക് അയാളുടെ ലൈഫ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വിരല് നഷ്ടപ്പെട്ടു, ആ വ്യക്തിയുടെയും ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലിയുടെയും ഭാര്യ, മക്കള്, ഇവരുടെ എല്ലാ സ്വപ്നങ്ങൾ അവിടെ തകർന്നടിയുകയാണ്. നമുക്കത് തിരിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. ഈ അല്പ കോമ്പൻസേഷൻ മണിയോ ഇൻഷുറൻസ് കാശോ കിട്ടിയത് കൊണ്ട് ആ ജീവിതം തിരിച്ച് അതുപോലെ കരുപ്പിടിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അവിടെയാണ് HSC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാമുഖ്യം അല്ലെങ്കിൽ ആവശ്യകത. തുടർന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിസ്ക് എന്താണെന്നും റിസ്ക് അസസ്മെന്റ് എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും അത് റിസ്ക് റിമൂവൽ അല്ലെങ്കിൽ ഇവാലുവേറ്റിംഗ് റിസ്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളതും എല്ലാം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാം. കാരണം വലിച്ചു നീട്ടി ഒരു ഫുള്ളി എഡ്യൂക്കേഷണൽ വീഡിയോ ആകുമ്പോഴത്തേക്ക് ഇതിനടുത്ത് അകത്തൊരു ബോറിങ്ങിന്റെ ഒരു പ്രശ്നം കൂടും. ബോത്ത് അക്കാദമിക്കൽ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിടണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, അങ്ങനെ ഓരോ പാർട്ട് ഒന്നും മിസ്സാകാതെ കാണാനും അതിലുള്ള സംശയങ്ങൾ ചോദിക്കാനും ചർച്ചകൾ ചെയ്യാനും ഒക്കെ മാജിക് മഷ്റൂംസിന്റെ ഈ യൂട്യൂബ് ഹാൻഡിൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, സജീവമായിരിക്കും. സോ അപ്പോൾ അടുത്ത നമ്മുടെ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്ലീസ്. ഓക്കെ ദെൻ. താങ്ക് യു.